അങ്ങോട്ട് നോക്കി, ഫുൾ സെറ്റപ്പ് റെഡി. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? 11:45 അതാണ് നമ്മുടെ മുഹൂർത്തം. 20 മിനിറ്റ് ഉണ്ട്. ആ സമയത്തിനുള്ളിൽ ഇവളെ നല്ലോണം ഒരുക്കി കൊണ്ടുവരണം. കൊണ്ടുവയ്ക്കോ. ആഹാ, അപ്പിനി താമസിപ്പിക്കണ്ട. അയ്യേ, ഈ വേഷത്തിൽ നിന്ന് എന്തിനാ കറിയുന്നേ? അവളോട് വാ, വാ ഇങ്ങോട്ട്. ഓഹോ, നീയൊക്കെ ഇവിടെയും വന്നോ? വരാതെ പറ്റില്ലല്ലോ അജയ. കുടുംബത്തിലൊരു വിവാഹം നടക്കുമ്പോ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, നീയാണോ അനക്ക് വിവാഹം കഴിക്കാൻ പോകുന്നേ? അതെ. എന്താ നിനക്ക് സംശയം? ഞാൻ തന്നെയാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത്. അതിന് നിനക്ക് താലി കെട്ടാൻ പറ്റില്ലല്ലോ. നിന്റെ 2 കൈ ഞാൻ തല്ലി ഓടിക്കാൻ പോവല്ലേ? എടാ, തല്ലി കൊല്ലണവനെ. സച്ചേട്ടാ, സച്ചേട്ടാ, വാ. മോളെ, എന്താ പേടിച്ചു പോയ മോള്? ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് ഞങ്ങൾ നടത്തില്ല എന്ന്?
ഞാൻ എങ്ങനെ ഏട്ടത്തിയോട് നന്ദി പറയേണ്ടത്? നീ നന്ദിയൊന്നും പറയണ്ട. ഇത്രയും നാളത്തെ നിന്റെ ജീവിതവും അതിൽ നിന്നുണ്ടായ അനുഭവങ്ങളും എല്ലാം നിനക്കറിയാലോ. എന്നും അത് നിന്റെ മനസ്സിലുണ്ടായാൽ മതി. ദേ, ആതിരെ പോലെ തന്നെയാ നീയും ഞങ്ങൾക്ക്. ഇവിടെ ആർക്കും നിന്നോട് ഒരു ദേഷ്യവും ഇല്ല, പിണക്കവും ഇല്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി അനക്ക പുതിയൊരു ജീവിതം ജീവിക്കണം. അതാ ഞങ്ങളുടെയൊക്കെ സന്തോഷം. അനഘയുടെ പഴയ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇനി അതറിയാനും താല്പര്യമില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്താണ് ഇത്രയും നാളും ജീവിച്ചിരുന്നെങ്കിൽ ഈ സംഭവത്തോടെ ആ തെറ്റുകളെല്ലാം തിരുത്തി ഇനി അങ്ങോട്ട് ജീവിക്കണം. ആ, അച്ഛനാ. ഹലോ അച്ഛാ. ആ ശരി അച്ഛാ, ഇപ്പൊ തന്നെ വരാം. തോന്നുന്നു. നമ്മൾ വേഗം വീട്ടിലേക്ക് അല്ലേ? അല്ലേട്ടാ, ഇനി ഇതുപോലത് അറിഞ്ഞിട്ടാണോ? അറിയില്ല. അർച്ചനയും മീരെടുത്തേയും ആനയ്ക്ക് വേഗം ഹോസ്പിറ്റലാക്കണം. ഇവള് വല്ലാതെ തളർന്നു പോയിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയാവും. വാ. എന്താ അച്ഛാ? അച്ഛൻ്റെ വേഗം വരാൻ പറഞ്ഞേ. നിങ്ങൾ രണ്ടുപേരും ഇന്നെന്താ ഓഫീസിൽ പോകാത്തത്? ആ, അത് ഞങ്ങൾക്ക് മറ്റൊരാവശ്യമായിട്ട്. നിർത്താ. നിന്റെയൊക്കെ മറ്റാവശ്യങ്ങൾ കഴിഞ്ഞ് പോകാനുള്ളതാണോ ഓഫീസ്? അച്ഛാ, ഞാൻ ചോദിക്കുന്നത് നന്ദനോടും കൂടിയാ. ഇന്ന് അത്യാവശ്യമായിട്ട് ഒന്നും ചെയ്യാനില്ലായിരുന്നു അച്ഛൻ. ധനുഷിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. പറയുന്ന പോലെ ആ മാന്യദേഹ എവിടെ? ഇവിടെ അയാളും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വിളിച്ചിരുന്നച്ചാ, മറ്റെവിടെയാണ്? ഉടനെ വന്നോളാന്നാ പറഞ്ഞത്. അച്ഛൻ കാര്യം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇനി ഞാൻ പറഞ്ഞു വേണോ നീയൊക്കെ അത് അറിയാൻ? നിങ്ങളൊക്കെ അല്ലേ ആദ്യം അറിഞ്ഞത്? അത് കഴിഞ്ഞല്ലേ ഞാൻ അറിഞ്ഞത്. ഇന്നലെ നടന്ന ലേലത്തെ പറ്റിയാ എനിക്കറിയേണ്ടത്. ഒരു കോടിയോളം അടങ്കൽ തുക ഉണ്ടായിരുന്ന ആ കൊട്ടേഷൻ നെല്ലിശ്ശേരിക്ക് കിട്ടിയില്ല. പകരം ഏതോ പുതിയ ആളുകൾ ആ കൊട്ടേഷൻ കൊണ്ടുപോയി. അച്ഛാ, എന്നിട്ട് നെല്ലിശ്ശേരി കമ്പനി ഭരിക്കുന്ന എന്റെ 3 മക്കളും അത് എന്നോട് പറഞ്ഞില്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയണം. അതിനാ എല്ലാവരോടും വരാൻ പറഞ്ഞത്. അത് അച്ഛനെ അറിയിച്ച് തൽക്കാലം വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി. ആ കൊട്ടേഷൻ നമുക്ക് തന്നെ കിട്ടേണ്ടതായിരുന്നു അച്ഛാ. പിന്നെ ഇതിനിടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. അതറിയില്ലെങ്കിൽ നീ ഇനി ഓഫീസിലേക്ക് പോകണ്ട. ഞാൻ നേരിട്ട് വന്ന് നടത്താം. അല്ലെങ്കിൽ ആ കമ്പനി വിറ്റ് കിട്ടുന്ന പണം എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാം. അച്ഛാ, അല്ലെങ്കിൽ നിന്റെയൊക്കെ ശ്രദ്ധക്കുറവ് കാരണം കമ്പനി നഷ്ടത്തിലാവും. ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ പോവുകയും ചെയ്യും. എന്തിനാ ഞാൻ അത്ര വലിയൊരു റിസ്ക് എടുക്കുന്നത്? നിന്റെ കസേരയിൽ ഞാൻ ഇരിക്കുന്ന കാലത്ത് ഒരിക്കലും ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല.
ഞാൻ മാറി ആ സ്ഥാനത്ത് അവന്തിക വന്നപ്പോ പോലും ഒരു കൊട്ടേഷനും നെല്ലിശ്ശേരിക്ക് കിട്ടാതിരുന്നിട്ടില്ല. എന്റെ 3 ആൺമക്കൾ തലപ്പത്ത് വന്നതിന് ശേഷമാ ഇതൊക്കെ ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീയൊക്കെ ബിസിനസിനെ കുറിച്ച് പഠിച്ച് പരീക്ഷ എഴുതി അതിൽ വിജയിച്ചവന്മാരല്ലേ? ജോലി ചെയ്ത് എക്സ്പീരിയൻസും ആയില്ലേ? നന്ദനെന്താ തിരികെ വന്നപ്പോ എല്ലാം മറന്നുപോയോ? അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ എന്താ പണി? രാവിലെ ഒരുങ്ങിക്കെട്ടി പോയാ പോരാ, അവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയണം. വല്ലപ്പോഴും പോയി സൈറ്റ് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ മെറ്റീരിയൽസിന്റെ കണക്കെടുക്കാനും മാത്രമാണെങ്കിൽ നിന്റെയൊന്നും ആവശ്യമില്ല. നീ ജർമ്മനി പോയി പഠിച്ച പഠിപ്പും വേണ്ട, മാസശമ്പളത്തിന് ഒരാളെ വെച്ചാ മതി. നിങ്ങൾക്കാർക്കും ബിസിനസിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. നെല്ലിശ്ശേരി അസോസിയേറ്റ്സ് ഞാൻ വിൽക്കാൻ പോവുകയാണ്. നഷ്ടക്കച്ചവടം ചെയ്യുന്നതേ സേതുമാധവൻ പണ്ടേ നിർത്തിയതാ. അതുകൊണ്ട് നാളെ മുതൽ ഇവിടെ നിന്നാരും ഓഫീസിലേക്കെന്നും പറഞ്ഞ് ഇറങ്ങണ്ട. അച്ഛൻ അച്ഛ താൻ ഇപ്പോഴാണോ വരുന്നത്? ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയതായിരുന്നു. എന്നിട്ട് തന്റെ അത്യാവശ്യമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സർ. സർ, ഇന്നലെ നമ്മുടെ കമ്പനിക്ക് നഷ്ടമായ ടെൻഡർ നമുക്ക് തന്നെ കിട്ടി. ഞാൻ സാറിനോട് പറഞ്ഞിരുന്നില്ലേ എന്തോ ചതി നടന്നു എന്ന്? അത് കറക്റ്റ് ആയിരുന്നു സർ. ടെൻഡർ പിടിച്ച കമ്പനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ വയലേറ്റ് ചെയ്തിട്ടാ കൊട്ടേഷൻ തട്ടിയെടുക്കാൻ നോക്കിയത്. അത് ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് അവരുടെ ടെൻഡർ നീക്കം ചെയ്യിച്ച് പകരം നമ്മുടെ കമ്പനിക്ക് ടെൻഡർ അപ്രൂവ് ചെയ്യിച്ചിട്ടാ ഞാൻ ഈ വരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസറെ കാണാൻ കുറച്ച് ലേറ്റായി. അതാ ഞാനും വരാൻ ലേറ്റായത്. അപ്പോ കൊട്ടേഷൻ നമുക്ക് തന്നെ കിട്ടിയെന്നാണോ ധനുഷ് പറയുന്നത്? ആ, അതെ. സാർ എന്നോട് ക്ഷമിക്കണം. ഇത് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് നടക്കാതിരിക്കുന്നുള്ള സംശയം കൊണ്ടാ ഞാൻ ആരോടും പറയാതിരുന്നത്. അവിവേകമായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ അഭിമാനം കൂടിയാ. എന്റെയും ഈ കുടുംബത്തിന്റെയും അഭിമാനം തന്നെയാ നീ തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അഭിമാനോ? ഇത് നിന്റെ ഉത്തരവാദിത്വമാണെങ്കിൽ പോലും കുറെ അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാ നീ ചെയ്തത്. താങ്ക്സ് ധനുഷ്. താങ്ക് യു വെരി മച്ച്. അയ്യോ സാർ, സാർ എന്നോട് നന്ദിയൊന്നും പറയരുത്.
എൻ്റെ കടമയും ഞാൻ ചെയ്തുള്ളൂ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നെല്ലിശ്ശേരി കമ്പനിക്ക് 1 രൂപ പോലും നഷ്ടം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല സർ. ആ ഉത്തരവാദിത്വം കൃത്യമായി ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ധനുഷ്, താങ്ക് യു. എടോ, ആ നേരത്തെ ദേഷ്യത്തില് അറിയാതെ സംഭവിച്ചു പോയതാ. താൻ എന്നോടൊന്ന് ക്ഷമിക്കേ. എടോ, എന്റെ തെറ്റാ. ആ സമയത്ത് താൻ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ ഞാൻ തന്നെ തല്ലിയത്. അങ്ങനെ സംഭവിച്ചു പോയി. ഗർഭിണി അല്ലെങ്കിൽ തല്ലിയതിൽ വിഷമമൊന്നും വരില്ലായിരിക്കും അല്ലേ? എന്നെക്കാൾ വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിനാവുമ്പോ ഈ അടി ഒരു തുടക്കമായിട്ട് ഞാൻ കണ്ടോളാം. അതിന് ഇതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രം. അനക്ക വലിയൊരു പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ടാ ഞങ്ങൾക്ക് വേഗം പോകേണ്ടി വന്നത്. തന്റെ ചേച്ചി കാര്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഇടോ, എനിക്കൊരല്പം മനസ്സമാധാനം വേണം. ഓഹോ, അപ്പോ തന്റെ മനസ്സമാധാനം കളയുന്ന ഞാനാണല്ലേ? സത്യം പറഞ്ഞ ഇപ്പൊ എന്നെ ശ്വാസം മുട്ടിക്കുന്നത് സന്ദീപ് തന്നെയാ. അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ തന്നോട് ചെയ്തത്? എന്താണ് തന്റെ തോന്നൽ? എന്നോട് പറ. ഞാൻ കണ്ടതും കേട്ടതും എന്താണെന്നത് ചെയ്തവർക്ക് അറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിച്ച് ബാക്കിയുള്ളവരെ കൂടി കാര്യം എന്താന്ന് അറിയിക്കണ്ട. അതായിരിക്കും സന്ദീപിന് നല്ലത്. അറിയിച്ചാൽ അതിന്റെ നാണക്കേട് എനിക്കും കൂടി ആയതുകൊണ്ട് സഹിക്കാൻ ഞാനല്ല. എന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കാര്യം നോക്കി നടക്കുകയാണെന്ന് മറ്റുള്ളവരറിയുമ്പോ അവിടെ തോറ്റു പോകുന്നത് ഞാനെന്ന ഭാര്യ. അതുകൊണ്ട് മാത്രം ഞാനിതൊന്നും ആരോടും പറയാത്ത, പ്രത്യേകിച്ച് എന്റെ ചേച്ചിയുടെ അടുത്ത് പോലും. അതിന്റെ അർത്ഥം ഞാനെല്ലാം സഹിക്കും, ക്ഷമിക്കും എന്നൊന്നും അല്ല. എന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ച് കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയാ അവധി എടുത്തി പോലെ ആവുമോ എന്നെനിക്ക് പേടിയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ വില കടങ്ങുകയും ചെയ്തത്. എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ഇവിടെ സംഭവിക്കുന്നില്ല. അതിന് മാത്രം ഇവിടെ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ തന്നെ വെറും തെറ്റിദ്ധാരണകളാ. എന്റെ ധാരണകളൊന്നും തെറ്റിയിട്ടില്ല. ഞാൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഇനി എന്നിൽ നിന്നും ആരും ഒളിക്കാൻ നോക്കണ്ട. എന്താ നിന്റെ പ്രശ്നം? 2 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ നീ വീട്ടിൽ കാണിച്ച പ്രകടനം അടക്കം കണ്ടിട്ടാ ഞാൻ ഈ ചോദിക്കുന്നത്. നിന്റെ പ്രശ്നം അത് എന്ത് തന്നെയായാലും തുറന്നു പറഞ്ഞോ. ഇപ്പൊ തന്നെ ഞാൻ അതിന് പരിഹാരം കാണാം. എനിക്കൊരു പ്രശ്നമില്ല. നിന്റെ പ്രശ്നം എന്തായാലും നീ പറഞ്ഞില്ലെന്ന് വെച്ച് എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇനി ഇന്നത്തെ പോലെ നിന്റെ ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടായ സന്ദീപ് ആയിരിക്കില്ല നിന്നെ തല്ലുന്നത്, ഞാനായിരിക്കും. നിന്റെ ചേച്ചി നിനക്ക് നന്നായിട്ട് അറിയാലോ. ഗർഭിണിയാണെന്നുള്ളതുകൊണ്ട് നിന്നോട് ഞാൻ ഇതുവരെ ഒന്നും പറയാത്തത്. നീ വിഷമിച്ച അതിന്റെ ക്ഷീണം നിന്റെ വയറ്റ് വളരുന്ന കുഞ്ഞിനായതുകൊണ്ട് മാത്രം. മറ്റെല്ലാവരെക്കാളും കൂടുതൽ അത് ആലോചിക്കേണ്ടത് നീ തന്നെയാണ്. ഒന്നുകിൽ നീ എന്താണ് പ്രശ്നമെന്ന് പറ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോണം. നീ ഈ വീട്ടിൽ എങ്ങനെയാ വന്നേന്ന് നന്നായിട്ട് നോർക്ക്.
നിന്നെ ഈ വീട്ടിൽ താമസിപ്പിച്ചത് തെറ്റായി പോയിന്ന് ഇവിടെ ആർക്കും തോന്നരുത്. അതുകൊണ്ട് നിന്റെ സംസാരവും പ്രവൃത്തിയും നീ നിയന്ത്രിച്ചോണം. ഇനി മേലിൽ എന്നെ കൊണ്ട് ഇത് ആവർത്തിപ്പിക്കരുത്. ഞാൻ കണ്ടത് പറഞ്ഞതാണോ ഇപ്പൊ കുറ്റം? എന്താ നീ കണ്ടത്?